നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ യുദ്ധവിമാനം തകർന്നു വീണു. സൗദി വ്യോമസേനയുടെ ഭാഗമായ യുദ്ധവിമാനം തകർന്നു വീണു. രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിലെ എയർബേസ് പരിധിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. പ്രതിരോധ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3:44 വിമാനം തകർന്നു വീണത്. വിമാനത്തിൽ 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന ഇവർ രക്ഷപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ദഹ്റാനിലെ കിങ് അബ്ദുൽ അസീസ് എയർബേസിലെ പരീക്ഷണ പറക്കലിനിടെയാണ് ടൊർണാഡോ വിഭാഗത്തിലുള്ള വിമാനം തകർന്നു വീണതെന്നാണ് ഔദ്യോഗികമായുള്ള അറിയിപ്പ്. അപകടം സംഭവിച്ചപ്പോൾ ലൈഫ് ചെയർ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അപകടത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് തുർക്കി അൽ മാലിക്കി പറഞ്ഞു. എന്താണ് അപകടത്തിന്റെ കാരണമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണ സമിതി നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ മന്ത്രാലയം പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ സൗദിയിൽ യുദ്ധവിമാനം തകർന്നു വീണ 2 ജീവനക്കാർ, അതായത് 2 പൈലറ്റുമാരാണ് മരണപ്പെട്ടത്. തലസ്ഥാനമായ റിയാദിൽ നിന്ന് 815 കിലോമീറ്റർ അകലെയുള്ള ഖമീസ് മുഷൈത്തിലാണ് യുദ്ധവിമാനം തകർന്നു വീണതെന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. പരിശീലന പറക്കലിനിടെ സൗദി റോയൽ എയർഫോഴ്സിന് കീഴിലെ F-15 SA യുദ്ധവിമാനമാണ് തകർന്നു വീണത്. 2 സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് F-15. വിമാനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർ അപകടത്തിൽ മരിച്ചതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തിൽ രക്തസാക്ഷികളായ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അൽ മാലിക്കി അറിയിച്ചതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.